ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആവിയിൽ വേവിച്ച മത്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ആവിയിൽ വേവിച്ച ഒരു മത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളി, ഒരു 5-8 കാന്താരി മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, ഒരു 5-8 ചെറിയുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിവിടെ 1/4 എടുത്തത്. 1/2 ടീസ്പൂണോളം എടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പുളിവെള്ളം, കുറച്ച് പുളിയെടുത്ത് പിഴിഞ്ഞ വെള്ളമാണ് ഞാൻ ഇതിലൊഴിച്ചത്. അതുപയോഗിച്ചാണ് ഇത് അരച്ചെടുത്തത്. നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു വാഴ ഇല എടുത്തിട്ട് അതൊന്ന് വാട്ടി അതിലേക്ക് മത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരപ്പ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ അരച്ച അരപ്പിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് അവിടെ ബാക്കി വെക്കണം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വാഴയില നല്ലതുപോലെ ഒന്ന് കെട്ടണം. അതിനുവേണ്ടി ഞാനിവിടെ വാഴനാര് തന്നെയാണ് ഉപയോഗിച്ചത്. ആ വാഴനാര് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കെട്ടണം, ഉറപ്പിച്ച് കെട്ടിയെടുക്കണം, അഴിഞ്ഞു പോയരുത്. ഞാൻ എടുത്ത ഇല ചെറുതായതുകൊണ്ടാണ് 2 ഇല ഉപയോഗിക്കേണ്ടി വന്നത്. ഒരു വലിയ ഇല എടുത്താൽ ഒരു ഇലയിൽ തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഭദ്രമായിട്ട് കെട്ടണം. എന്നിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് മൂടി തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാൻ. കെട്ടൊന്നും അഴിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടിയും കുക്ക് ചെയ്യാം. ഇനി 5 മിനിറ്റിന് ശേഷം നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ മസാല മാത്രം ഉപയോഗിച്ച് നമുക്ക് ചോറ് അല്ലെങ്കിൽ കപ്പ കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റീമർ മത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.